നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ മാത്രമല്ല തമാശ പറയാം, നന്നായി കൗണ്ടർ അടിക്കും. നമ്മുടെ മുകേഷിനേക്കാളും നന്നായി കൗണ്ടർ അടിക്കുന്ന ആളാണ് നമ്മുടെ മോഹൻലാൽ. പക്ഷെ അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ച് മരിക്കും. പക്ഷെ വല്ലപ്പോഴേക്ക് പുറത്ത് വരുള്ളൂ എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, സനീഷ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കൺട്രോളർ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരടിൽ ലാലേട്ടൻ്റെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു, ആഡംബര ഫ്ലാറ്റാണ്. അപ്പോൾ അതിൽ പാല് കാച്ച് നടത്തണം. അപ്പോൾ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞു, നാളെ കാലത്ത് 5 മണിക്ക് എല്ലാവരും വരിക, നമ്മളവിടെ ഒരു പാല് കാച്ചിലുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവർക്കും വലിയ സന്തോഷമായി. ചിലവർ 4 മണിക്കേ എത്തി. പക്ഷേ മോഹൻലാൽ എത്തി, കുറച്ച് കറക്റ്റായിട്ട് സമയത്തിന് മോഹൻലാൽ എത്തി. അങ്ങനെ അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാണ്, പാല് റെഡിയാണ്. അപ്പോൾ പറഞ്ഞു, പാല് തിളച്ച് അത് കിഴക്കോട്ട് തിളച്ച് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞത്, ഇപ്പോൾ എങ്ങനെ ഇത് കിഴക്കോട്ട് തിളച്ച് പോവുക? ലാലേട്ടനോടൊപ്പം എന്ത് നമുക്ക് പറയാൻ പറ്റുക? ഇനിയിപ്പോൾ അത് വടക്കോട്ട് പോവേ തെക്കോട്ട് പോവേ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ദോഷമായിട്ട് മാറില്ലേ? ഇപ്പോൾ ലാലേട്ടനോട് നമ്മളിത് എങ്ങനെ പറയാം? ലാലേട്ടൻ വെച്ചാൽ അവിടെ വന്നിട്ട് നമ്മുടെ ഫ്ലാറ്റ് സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ്. അവിടെ അതൊക്കെ വെച്ച് ഇങ്ങോട്ട് വെച്ച് മറിച്ച് വെച്ച് നല്ല സൂപ്പറായിട്ട് ആ മൂപ്പരെ കുറേ അത്യാധുനിക കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെക്കുന്നതിൽ തിരക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ചർച്ചയാണ്. നമ്മുടെ ആൻ്റണിയും അതുപോലെ തന്നെ സിനീഷും മറ്റുള്ള ആൾക്കാരൊക്കെ ചർച്ചയാണ്. ഇപ്പോൾ ഈ പാല് തിളച്ചാൽ തന്നെ ഇത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ കിഴക്കിലാണോ വടക്കാണോ തെക്കാണോ എന്നൊന്നും ഒരു പിടുത്തമില്ല. പാല് തിളച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും കൂടി അങ്ങോട്ട് ചെരിയും. പക്ഷേ ഇത് കിഴക്കിലേക്ക് തന്നെ വരണം എന്നാണ് പറയണത് പറഞ്ഞു. അത് കുഴപ്പമില്ല, നമുക്ക് ലാലേട്ടൻ വരുമ്പോൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പാലടപ്പത്ത് വെച്ചു. പാലടപ്പത്ത് വെച്ചിട്ട് പാലിന് തീ കൊടുത്തു. പാലിങ്ങനെ അങ്ങോട്ട് നുരഞ്ഞ് പൊന്തി തുടങ്ങി. അപ്പോൾ ഈ സിനീഷ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, അതേ ലാലേട്ടാ, പാല് കിഴക്കോട്ട് വരണം, തിളച്ച് പോകണം, അതാണ് ശരിക്കുള്ള നമ്മുടെ ഐശ്വര്യം, അല്ലെങ്കിൽ ദോഷമാണെന്നാണ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അതൊരു കാര്യം ചെയ്യും, നീ ഇത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ അത് പാലിനോട് പറയും, പാലല്ലേ തിളച്ച് പൊന്തണ ആൾ. അപ്പോൾ ആളാകെ അങ്ങോട്ട് നാണക്കെട്ടു. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യടാ, നീ ഒരു കാര്യം ചെയ്യുക, അത് പാല് തിളച്ച് വരുമ്പോൾ കിഴക്ക് ഏതാണെന്ന് നിനക്കറിയാലോ, നീ ഒരു സൈഡിൽ നിന്ന് ആ പാത്രം ഒന്ന് പൊന്തിച്ച് പിടിക്കുക, അപ്പോൾ അത് കറക്റ്റായിട്ട് കിഴക്കിലേക്കാണ്ട് പോവും. അപ്പോൾ പാലിനോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പാൽ അങ്ങോട്ട് തന്നെ പൊക്കോളും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും ബുദ്ധി മനസ്സിലായത്. അങ്ങനെ ലാലേട്ടൻ പറഞ്ഞ പോലെ പാല് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് പാത്രം ഒരു സൈഡിൽ ജരിച്ച് പിടിച്ചു, നേരിട്ട് കിഴക്കോട്ട് പാല് പോയി. എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാം ലാലേട്ടൻ കോമഡി കേട്ട് ചിരിച്ച് ചത്തുന്ന പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കോമഡികളെ മൂപ്പർ പറയാം, തിളച്ച് പോകാന്ന് വെച്ചാൽ അത് പാലിനോട് പറയും, നീ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യമല്ലേ?